കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ നമസ്കരിക്കുന്നു. ഇന്ന് നമ്മൾ നാരായണീയം പാരായണത്തിൻ്റെ പുതിയൊരു സെഷൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ദശകം 5 ചൊല്ലാൻ പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഷെയർ ചെയ്യാൻ വേണ്ടി. गजाननं भूतगणादिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सान्द्रानन्दावबोधात्मकं अनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनः उरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हन्तभाग्यं जनानाम्। नम्राणां सन्निधत्ते सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामानजस्रं विदरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं शक्रवाडी द्रुममभिलषति व्यर्थमर्तिव्रजोऽयम्। सूर्यस्पर्धिकिरीडमूर्ध्वतिलग प्रोद्भासि फालान्तरम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुडम् गण्डोद्यन्मकरापकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम् त्वद्रूपं वनमाल्यहारपडल श्रीवत्सदीप्रं भजे। केयूराङ्गदकङ्कणोत्तममहारत्नाङ्गुलीयाङ्कितश्रीमत्बाहुचतुष्क सङ्गदगदाशङ्कारि पङ्केरुहाम् काञ्चित् काञ्चन काञ्चिलाञ्चिदलसत्पीताम्बरालम्बिनीम् आलम्बे विमलाम्बुजद्युतिपदां मूर्तिं तवार्थिच्छिदम्। पठन्तो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्तो रूपं ते वरद कथयन्तो गुणकथाः चरन्तो ये भक्ता स्तोयि खलु रमन्ते परममून् अहं धन्यात्मन्ये समधिगता सर्वाभिलषितान्। विधूय क्लेशान्मे गुरुचरणयुग्मं धृतरसं भवत्क्षेत्रप्राप्तौ करमपि च ते पूजनविधौ भवन्मूर्त्यालोके नयनम् अधते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते
श्रीहरये नमः श्रीहरये नमः गोपिका जीवनस्मरणं गोविन्द गोविन्द നമുക്ക് ദശകം 5ലേക്ക് 5 സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പൊന്നു ഗുരുവായൂരപ്പനെ എല്ലാവരും മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കൃഷ്ണ. ഈ 5ാമത്തെ ദശകത്തില് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചാണ് ഭട്ടതിരി പറയുന്നത്. അപ്പം ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. പണ്ട് പ്രാകൃത പ്രളയത്തിൽ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ തടുക്കപ്പെട്ട് വികാരങ്ങളോട് കൂടിയ മായ അങ്ങയിൽ ലയിച്ചപ്പോൾ സ്ഥൂലമായും സൂക്ഷ്മമായുമുള്ള ഈ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ജനന മരണാത്മകമായ സംസാരവും മോക്ഷവും ഉണ്ടായിരുന്നില്ല. പകലിന്റെ സ്ഥിതിയില്ല, രാത്രിയുടെ സ്ഥിതിയുമില്ല. ആ കാലഘട്ടത്തിൽ നിന്തിരുവടി പരമാനന്ദ സ്വരൂപനായും പ്രകാശ സ്വരൂപനായും ഏകനായി അവശേഷിച്ചു. നമുക്ക് ശ്ലോകം നോക്കാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദ പ്രകാശാത്മനാ. പദം പിരിക്കുന്ന വിധം എങ്ങനെ നോക്കാം. വ്യക്താവ്യക്തം ഇദം ന കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി ആഗതായാം ലയം നോ മൃത്യുഃ ച തദാ അമൃതം ച സമഭൂത് ന അന്നഃ ന രാത്രേഃ സ്ഥിതിഃ തത്ര ഏകഃ ത്വം അശിഷ്യതാഃ കില പരാനന്ദ പ്രകാശാത്മന. ഒരു വട്ടം കൂടെ നോക്കാം. വ്യക്താവ്യക്തം ഇദം ന കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി ആഗതായാം ലയം നോ മൃത്യുഃ ച തദാ അമൃതം ച സമഭൂത് ന അന്നഃ ന രാത്രേഃ സ്ഥിതിഃ തത്ര ഏകഃ ത്വം അശിഷ്യതാഃ കില പരാനന്ദ പ്രകാശാത്മന. നമുക്ക് ശ്ലോകത്തിന്റെ ഓരോ വരിയായിട്ട് നോക്കാം. ആദ്യത്തെ വരി നോക്കാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ. രണ്ടാമത്തെ വരി നോക്കാം. മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം. മൂന്നാമത്തെ വരി നോക്കാം. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ ന രാത്രേ സ്ഥിതിഃ നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ ന രാത്രേ സ്ഥിതിഃ നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ ന രാത്രേ സ്ഥിതിഃ.
അവസാനത്തെ വരി നോക്കാം. തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ നരാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ. ഓക്കെ, ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ശ്ലോകത്തില് അർത്ഥം പറയാം ആദ്യം. ഭഗവൻ ആ പ്രളയകാലത്ത് കാലവും സുകൃതമോ ദുഷ്കൃതമോ ആയ കർമ്മവും സത്വരജസ് തമസുകൾ എന്ന ഗുണങ്ങളും ജീവരാശികളും മായാകാര്യമായ പ്രപഞ്ചവും ചിത് ലീലയിൽ ആസക്തനായ, അതായത് ചിത്താകുന്ന സ്വന്തം രൂപത്തെ അനുസന്ധാനം ചെയ്യുക എന്ന ലീല അഥവാ യോഗനിദ്രയെ കൈക്കൊണ്ട അങ്ങയിൽ നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. അല്ലേ ഭഗവൻ, അങ്ങയുടെ ശക്തിയായ മായയുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അവയ്ക്ക് തീരെ ഇല്ലായ്മ അഥവാ നാശരൂപത്തിലുള്ള അഭാവമുണ്ട് എന്ന് പറയുന്നില്ല തന്നെ. അങ്ങനെയല്ല എങ്കിൽ ആകാശകുസുമങ്ങൾക്ക് തുല്യങ്ങളായ അവയ്ക്ക് വീണ്ടും പ്രളയാവസാനത്തിൽ ഉത്പത്തി എങ്ങനെ സംഭവിക്കും? അതായത് ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം ഭഗവാനിൽ തന്നെ ലയിച്ചു കിടക്കുകയാണ്. അതിനുശേഷം ഉണ്ടാവുന്ന ഉൽപ്പത്തിയിൽ ഇതെല്ലാം വീണ്ടും ജനിക്കുമെന്നാണ് പറയുന്നത്. ഒന്നിനും നാശമില്ല, എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ശ്ലോകം നോക്കാം. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയുഃ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. പദം പിരിക്കുന്ന വിധം നോക്കാം. കാലഃ കർമ്മ ഗുണാഃ ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ തേഷാം ന ഏവ വദന്തി അസത്വം അയി ഭോഃ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയഃ ഭവേത് സംഭവഃ. ഒരു വട്ടം കൂടെ നോക്കാം. കാലഃ കർമ്മ ഗുണാഃ ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ തേഷാം ന ഏവ വദന്തി അസത്വം അയി ഭോഃ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയഃ ഭവേത് സംഭവഃ. ഒരു വരിയായിട്ട് നോക്കാം. ആദ്യത്തെ വരി. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ. രണ്ടാമത്തെ വരി നോക്കാം.
चिल्लीलारदिमेयुषि त्वयि तदा निर्लीनता माययुः चिल्लीलारतिमेयुषि त्वयि तदा निर्लीनता माययुः चिल्लीलारतिमेयुषि त्वयि तदा നിർലീനതാ മായയുഃ. മൂന്നാമത്തെ വരി നോക്കാം. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. ലാസ്റ്റ് ലൈന്. നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवः नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवः. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാ മായയുഃ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवः. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ആദ്യം അതിന്റെ അർത്ഥം നോക്കാം. ഈ വിധത്തിൽ രണ്ട് പരാർത്ഥ കാലത്തിന്റെ അവസാനത്തിൽ സൃഷ്ടിക്കുന്നതിലുള്ള അഭിലാഷമാകുന്ന കടാക്ഷത്തെ അഥവാ ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്ന സമയം ഭുവനത്രയമായി തീരുവാൻ വേണ്ടി മായ തന്നെത്താൻ ക്ഷോഭിച്ചു. ആ മായയിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും സകല ജീവജാലങ്ങളുടെയും പുണ്യപാപ രൂപത്തിലുള്ള അദൃഷ്ട കർമ്മവും അതിനനുസരിച്ച് വാസനയും പ്രത്യക്ഷമായിട്ട് ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു. ശ്ലോകം നോക്കാം. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാവീക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദു തസ്യാ സഹായക്രിയാം. പദം പിരിക്കുന്ന വിധം നോക്കാം. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിഃ അഖിലാദൃഷ്ടം സ്വഭാവഃ അപി ച പ്രാദുഃ ഭൂയ ഗുണാൻ വികാസ്യ വിദദുഃ തസ്യാഹ സഹായക്രിയ. ഒരു വട്ടം കൂടെ നോക്കാം. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിഃ അഖിലാദൃഷ്ടം സ്വഭാവഃ അപി ച പ്രാദുഃ ഭൂയ
ഗുണാൻ വികാസ്യ വിദധുഹു തസ്യാഹ സഹായക്രിയ. ഓരോ വരിയായിട്ട് നോക്കാം. ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാ. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാ. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാ. രണ്ടാമത്തെ വരി നോക്കാം. ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. അടുത്ത ലൈൻ നോക്കാം. മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച. മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച. മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച. ലാസ്റ്റ് ലൈൻ നോക്കാം. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാ. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാ. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാ. ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാ. ഓക്കെ, നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അർത്ഥം ആദ്യം നോക്കാം. മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോടെ മായയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നവനായ നിന്തിരുവടി സാക്ഷി എന്ന് പറയപ്പെടുന്നു. ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ച് ജീവാത്മാവ് എന്നറിയപ്പെടുന്നതും ഭവാൻ അല്ലാതെ മറ്റാരുമല്ല. ആ മായ തന്നെയാണ് അനന്തരം കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ട് അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടതുമായിട്ട് തന്നെത്താൻ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ആ ബുദ്ധിതത്വം തന്നെയാണ് മഹത്തത്വം എന്ന് പറയപ്പെടുന്നത്. ശ്ലോകം നോക്കാം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ. ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപരഃ. കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോദിതാ ച സ്വയം. മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. പദം പിരിക്കുന്ന വിധം നോക്കാം. മായാ സന്നിഹിതഃ അപ്രവിഷ്ടവപുഷാ സാക്ഷി ഇതി ഗീതഃ ഭവാൻ. ഭേദൈഃ താം പ്രതിബിംബദഃ വിവിശിവാൻ
जीवः अपि न एव अपरः कालादिप्रतिबोधिता अथ भवता संजोदिता च स्वयं माया सा खलु बुद्धितत्त्वम् असृजत् यः असौ महान् उच्यते. ഒരു വട്ടം കൂടെ നോക്കാം. മായാ സന്നിഹിതഃ അപ്രവിഷ്ടവപുഷാ സാക്ഷി ഇതി ഗീതഃ ഭവാൻ ഭേദൈഃ താം പ്രതിബിംബതഃ വിവിശിവാൻ ജീവഃ അപി ന ഏവ അപരഃ കാലാദിപ്രതിബോധിതാ അഥ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം അസൃജത് യഹ അസൗ മഹാൻ ഉച്യത്തെ. ഓരോ വരിയായിട്ട് നോക്കാം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ. രണ്ടാമത്തെ വരി നോക്കാം. ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപരഃ ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപരഃ ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപരഃ. മൂന്നാമത്തെ വരി നോക്കാം. കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോദിതാ ച സ്വയം കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോദിതാ ച സ്വയം കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോദിതാ ച സ്വയം. ലാസ്റ്റ് ലൈൻ നോക്കാം. മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്തെ മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്തെ മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്തെ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്തെ. നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കാം. ആദ്യം അർത്ഥം നോക്കാം. ആ മായാകാര്യങ്ങളാൽ സത്വരജസ് തമസ്സുകൾ ചേർന്നതാണെങ്കിലും സത്വഗുണപ്രധാനിയായ ഈ മഹത്തത്വം ജീവാത്മാവിൽ മനുഷ്യത്വാദി പ്രതീതി കൂടാതെ തന്നെ ഞാൻ എന്ന ഒരു തോന്നലിനെ സ്വയമേ ഉളവാക്കുന്നു. ഹേ വിഷ്ണു, ഈ മഹത്വത്വം അങ്ങയുടെ പ്രേരണ കൊണ്ട് ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും എന്നാൽ തമോ ഗുണപ്രധാനമായി ഈ ജീവാത്മാവിൽ മനുഷ്യത്വാദി വിശേഷബോധത്തെ ഉണ്ടാക്കുന്നതായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. ശ്ലോകം നോക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുപഗമ്യത്തെ
इत्युद्बोध निष्पादकः चक्रेऽस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौ सम्पुष्टं त्रिगुणैस्तमोतिबहुलं विष्णो भवत्प्रेरणात्. പദം പിരിക്കുന്ന വിധം നോക്കാം. തത്ര അസൗ ത്രിഗുണാത്മകഃ അപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേ അസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സംപുഷ്ടം ത്രിഗുണൈഃ തമോതിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. ഒരു വട്ടം കൂടെ നോക്കാം. തത്ര അസൗ ത്രിഗുണാത്മകഃ അപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേ അസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സംപുഷ്ടം ത്രിഗുണൈഃ തമോതിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. ഓരോ വരിയായിട്ട് നോക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. രണ്ടാമത് വരെ നോക്കാം. ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വരി നോക്കാം. ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ. ലാസ്റ്റ് ലൈൻ നോക്കാം. സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത് സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത് സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം നമുക്ക്. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ.